എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുരിങ്ങയിലയും മുട്ടയും കൊണ്ടാണ് നമ്മൾ ഈ തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തോരന് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട്. 2 കപ്പ് അളവിലാണ് മുരിങ്ങയില എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചതാണിത്. ഇനി ഒരു കടായി സ്റ്റവയിലേക്ക് വെച്ച് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് ഓയിൽ ചേർത്താലും കുഴപ്പമില്ല, പക്ഷേ ഈ മുരിങ്ങയില ആയതുകൊണ്ടാണ് ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം. അപ്പോഴാണ് ഈ തോരന് അതിൻ്റെ പ്രത്യേകമായ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ ഒരുപാട് കൂടിപ്പോകരുത്. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ഉള്ളി വഴന്ന് കിട്ടിയിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ ആണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ മുരിങ്ങയില അങ്ങ് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലയ്ക്ക് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ്. മുരിങ്ങയില ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 2 മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങയില കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങളുടെ വീഡിയോ ഞാൻ ഇതിന് മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത് കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുരിങ്ങയില കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണ്. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. ഈ സമയം കൊണ്ട് 2 മുട്ടയെടുത്ത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇടത്തരം വലിപ്പമുള്ള 2 കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. 2 മിനിറ്റ് സമയം കഴിഞ്ഞു. നമുക്ക് ഈ മുരിങ്ങയില വെന്തോന്നൊന്ന് നോക്കാം. മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലൊന്ന് ഗ്യാപ്പാക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ പൊട്ടിച്ച് വെച്ചിരുന്ന ആ മുട്ട അങ്ങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ട ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 5 സെക്കൻഡ് സമയം അതുപോലെ വെച്ച് കൊടുക്കണം. അതിനുശേഷം പിന്നീട് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി ചിക്കി തോത്തി എടുക്കണം. തീ ഒരുപാട് കൂടി പോകരുത്, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. മുട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് തോന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. മുട്ടയൊക്കെ നന്നായിട്ട് തോന്നു വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിലാണ് ഞാൻ ചിരകിയെടുത്ത തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മുട്ടയും തേങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ മുരിങ്ങയില തോരന് ഒട്ടും കയ്പുണ്ടാവുകയില്ല. തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയും വെറൈറ്റിയും ആയിട്ടുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. മുരിങ്ങയില കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.